ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് അധികം എണ്ണയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. പച്ചരി നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 4 മണിക്കൂറെങ്കിലും നല്ലപോലെ കുതിർത്തെടുക്കണം. ഇനി കുതിർത്തെടുത്ത പച്ചരി ഇതുപോലെ വലിയ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നന്നായി പഴുത്ത ചക്കയാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. ഒരു 5-6 ചുളയുണ്ടാവും. അപ്പോൾ ആ ചക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്കയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നന്നായി പഴുത്ത നേന്ത്രപ്പഴമോ പൂവമ്പഴമോ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിവിടെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കുക. 4 അച്ച് ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചെടുത്തതാണ്. ആ ചൂടോടെ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടാറിപ്പോകരുത്, നല്ല ചൂടോടെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ശർക്കര ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാനും കൂടെ. അതിൽ വല്ല കല്ലോ നാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ശർക്കര വെള്ളം നല്ല ചൂടോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. നെയ്യ് നല്ല പോലെ തന്നെ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10ഓളം ചെറിയുള്ളി നല്ല ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു സവാളയുടെ പകുതി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തേങ്ങാക്കൊത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത് ചക്കയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുക. ഈ ഒരു ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കരിയാതെ നോക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ വെച്ചിട്ടില്ലേ, അതിന് ശേഷം കേട്ടോ ഞാൻ ഈ തേങ്ങാക്കൊത്തും ഈ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, അത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൂസിലായിരിക്കണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരുപാട് കട്ടിയായി പോകരുത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വേണമെങ്കിൽ അതിലും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലാണ് ഇപ്പോൾ ഞാൻ ആദ്യം ചുട്ടെടുക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വാട്ടിയെടുത്തിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയൊക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് എള്ളാണ് കേട്ടോ, വെള്ള എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത കളർ എള്ളുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത് അതിൻ്റെ ചുറ്റും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കാവുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അങ്ങനെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നിങ്ങൾക്ക് ചക്കപ്പഴത്തിന് പകരമായിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ചുറ്റുഭാഗം നല്ല മുരിഞ്ഞിട്ടാണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഇതാ നല്ല മഴയുടെ സമയമാണ്, ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്, എളുപ്പം ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.